രണ്ട് പതിറ്റാണ്ട് മുൻപ് കുഴിച്ചുമൂടിയ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ? കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയിൽ നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ശുചീകരണ തൊഴിലാളിയെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തും. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ് വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കർണാടകയിലെ മാധ്യമങ്ങൾ പോലും ആദ്യം റിപ്പോർട്ട് ചെയ്യാത്ത വാർത്ത. ന്യൂസ് 18 കേരളം ഈ വാർത്തയുടെ പിന്നാലെ പോകുന്നു, ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ പോകുന്നു. KV ബൈജു ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചതാണ്. പല ഇരകളുടെയും, ഈ കൊല്ലപ്പെട്ടെന്ന് പറയപ്പെടുന്ന പല ഇരകളുടെയും ബന്ധുക്കളുമായും അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണ സംഘം നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ എപ്പോഴാണ് ഈ സ്ഥലത്ത്, ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുന്നത്? അതെ ടോമേ, ഇതിൽ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പേരുടെ, അതായത് ശബ്ദിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുടെ ശബ്ദമായി മാറാൻ ന്യൂസ് 18 സാധിച്ചു. അതിലൂടെ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും നിർണായകമാകുക ഈ പരിശോധന തന്നെയാണ്. 3 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന, തെളിവെടുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതും അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പരിശോധന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണിയോടുകൂടി ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിൽ എത്തിക്കും. അവിടെ ഈ പരിശോധന ഏതൊക്കെ സ്ഥലങ്ങളിൽ കൃത്യമായി ഇദ്ദേഹം കാട്ടിക്കൊടുക്കും, ആ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. വരും ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തും. കാരണം 100ഓളം മൃതദേഹങ്ങളാണ് ഇവിടെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നീണ്ട സമയം എടുക്കും. അത്തരത്തിലുള്ള നടപടി കാര്യങ്ങളൊക്കെ കടക്കേണ്ടി വരും. എന്തായാലും ഇതിൽ ഏറ്റവും വലിയ ചൂടുവെപ്പ് ഇത് തന്നെയാണ്. ആ പ്രദേശത്ത്, അതായത് ഈ മൃതദേഹം കുഴിച്ചിട്ട് എന്ന് പറയുന്ന സ്ഥലം, അത് പരിശോധിക്കാൻ തയ്യാറാകുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. കാരണം വർഷങ്ങളായി ഒരുപാട് പേരുടെ പ്രയത്നം, ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഒരു നടപടിയും എടുക്കാത്ത പോലീസ് ഇതിനെല്ലാം ഒടുവിൽ നിരന്തരം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരകളുടെ വീടുകളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചിരുന്നു. അവരുടെ ദയനീയ അവസ്ഥ, നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. പ്രത്യേകിച്ച് സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനമൊക്കെ നടത്തുന്നു, പ്രതിഷേധമൊക്കെ നടത്തുന്ന സാഹചര്യം. ഇതിൽ ഈ ഉൾപ്പെട്ടിട്ടുള്ളവർ പ്രബലരാണ്. വലിയ പണവും സ്വാധീനവും വെച്ച് തെളിവുകളെല്ലാം നശിപ്പിക്കാനും അത്തരത്തിൽ അന്വേഷണം വഴിമുട്ടിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ആളുകളാണ്. അതുപോലെ തന്നെ ഇവർക്ക് വലിയ തോതിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്. അത് കഴിഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഒരു ഡി ഗ്യാങ് ഇപ്പോഴും അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥലം വളരെ നിർണായകമാണ്. ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുക എന്നത് അതിന് ഏറ്റവും വലിയ തെളിവ്. ഇദ്ദേഹം ഈ തെളിവിനായി ഒരു മൃതദേഹം അവശിഷ്ടം അവിടെ നിന്നും ഇത്തരത്തിൽ കുടിച്ചെടുത്തിരുന്നു. ഒരു തലയോട്ടി ലഭിച്ചിരുന്നു. ആ തലയോട്ടി കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പിന്നീട് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു സാഹചര്യമായുണ്ടായത്. എന്തായാലും അതിനിടയിൽ തന്നെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അതും വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ആരെങ്കിലും പരാതി പറയാൻ പോലും തയ്യാറാവാത്ത ഒരു സാഹചര്യം ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടു. അനന്യ ഭട്ട്, അതായത് MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിനെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയിൽ ധർമ്മസ്ഥല പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതും വളരെ പ്രധാനമാണ്. കാരണം 22 വർഷം മുൻപ് നടന്ന ഒരു സംഭവം, 2003 നടന്ന ഒരു സംഭവം. അന്ന് പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. ഈ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച് 4 മാസത്തോളം കോമ സ്റ്റേജിൽ ആശുപത്രിയിൽ കിടക്കേണ്ട ഒരു സാഹചര്യം. അവരിപ്പോഴും ധർമ്മസ്ഥലയിലുണ്ട്. അവർ ഇന്നലെ രാത്രിയോടുകൂടി പരാതി നൽകിയിരിക്കുന്നു. പോലീസ് അതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ നിർണായക നീക്കങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. കുഴിച്ചു മൂടപ്പെട്ട സൂചിപ്പിച്ചതുപോലെ നിലവില് ഈ കൊല്ലപ്പെട്ടെന്ന് പറയപ്പെടുന്ന 2 പെൺകുട്ടികളുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. 100ഓളം ഈ പെൺകുട്ടികളും യുവതികളും അടക്കം 100ഓളം പേരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നല്ലോ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. മാത്രമല്ല ശുചീകരണ തൊഴിലാളിയും ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ് നടത്തിയത്. അതിൽ ഒരുപക്ഷെ മലയാളികൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ടാകാം, കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. ഈ 2 പെൺകുട്ടികളുടെ കുടുംബം അല്ലാതെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്
ബൈജു, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ്. വലിയ തീർത്ഥാടന കേന്ദ്രമാണ്, ഒരു ക്ഷേത്ര നഗരമാണ്. ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ നിന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളിയെ ഇവിടെ പരിശോധനയ്ക്കായി എത്തിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിരോധത്തിന് ഒരു സാധ്യതയുണ്ടോ? പോലീസിനെ സംബന്ധിച്ച് ഈ പരിശോധന എത്രത്തോളം വെല്ലുവിളിയാകും? തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ടോമെ. കാരണം കോടതിയിൽ ഇദ്ദേഹം നേരിട്ട് എത്തിയത് തന്നെ തനിക്കും തന്റെ കുടുംബത്തിനും സംരക്ഷണം നൽകണം എങ്കിൽ മാത്രമേ ഇതിന്റെ എല്ലാ സത്യങ്ങളും താൻ വെളിപ്പെടുത്തൂ. അതായത് ഇത് ആരാണ് ചെയ്തത്, ഇത് എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്, ഇതെല്ലാം തനിക്കറിയാം. പക്ഷേ തനിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നായിരുന്നു ഇദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകിയിരിക്കുന്നു. അതീവ സുരക്ഷയോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഈ സ്ഥലത്തെത്തിക്കുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ കറുത്ത, നമ്മളത് നേരത്തെ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്, അത് കോടതിയിൽ ഹാജരാക്കുമുള്ള ദൃശ്യമാണ്, കറുത്ത കോട്ടും, അതായത് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഇന്ന് നടക്കുന്ന തെളിവെടുപ്പിലും അദ്ദേഹത്തെ എത്തിക്കുക. അതോടൊപ്പം കൂടുതൽ പോലീസ് വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയായിരിക്കും ഇദ്ദേഹത്തെ എത്തുക. ഏതായാലും ടോം നേരത്തെ ചോദിച്ചതുപോലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് 100-ൽ ഒതുങ്ങുന്നതല്ല. കാരണം 484 പേർ ഈ പ്രദേശത്ത് നിന്നും, അതായത് 2021 മുൻപ് 10 വർഷത്തിനിടയിൽ മാത്രം ഇത്തരത്തിൽ ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പോലീസ് തന്നെ വിവരാവകാശ നിയമപ്രകാരം നൽകിയിരിക്കുന്ന ആ കണക്കിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 100 പേരെ ഏതെങ്കിലും തരത്തിൽ തെളിവുകളൊന്നുമില്ലാതെ ഈ ശുചീകരണ തൊഴിലാളിയും കുഴിച്ചു മൂടാൻ നിർബന്ധിതരായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 500-ന് മുകളിൽ അപ്പോൾ തന്നെ ആയിരിക്കുന്നു. ഒരുപാട് പേർ മലയാളി, അതായത് പത്മലത എന്ന് പറയുന്ന മലയാളി +1 വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കാര്യം നമ്മൾ നേരിട്ട് പോയി അവരെ വീട്ടിൽ നിന്നും അവരുടെ സഹോദരിയുടെയും സഹോദരന്റെയും ബൈക്ക് ഉൾപ്പെടെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. അത്തരത്തിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരണം പോലും നമ്മൾ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, സെറ്റ് സാരി, അതായത് കേരളീയ വസ്ത്രത്തിലുണ്ടായ അവരുടെ മൃതദേഹം ഇത്തരത്തിൽ സംസ്കരിക്കാൻ ഇടയായി എന്ന് ശുചീകരണ തൊഴിലാളി തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ പല ദേശത്തു നിന്നും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്നവർ ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. എന്തായാലും സൗജന്യ കേസ് തന്നെയാണ് ഇതിൽ ഏറ്റവും വഴിത്തിരിവായത്. അതിൽ വലിയ തോതിലുള്ള ആക്ഷൻ കമ്മിറ്റി വരികയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് ഈ കേസ് ചൂടുപിടിക്കുന്നത്. എന്നാലും നിരന്തരമായി ന്യൂസ് 18 ഈ വാർത്തയുടെ പുറകെ ഉണ്ടായിരുന്നു. ഓരോ വാർത്തകളും ഓരോ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഓരോ വിവരങ്ങളും നേരിട്ട് അവിടെ ചെന്ന് ഒരുപക്ഷെ അമ്പലത്തിന്റെ പരിസരത്ത് നിന്നും നമുക്കൊരു കമ്മിറ്റി അംഗങ്ങളുടെ അവരുടെ തീരുമാനങ്ങൾ, നിലപാടുകളടക്കം നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. മാധ്യമങ്ങൾ, അതായത് കർണാടകയിലെ മാധ്യമങ്ങൾ പോലും തുടക്കത്തിൽ എത്തിപ്പെടാത്ത സ്ഥലത്തായിരുന്നു. ആ സ്ഥലങ്ങളിലൂടെയാണ് KB ബൈജുവും ന്യൂസ് 18 സംഘവും വാർത്താ സംഘവും അന്ന് സഞ്ചരിച്ചത്. അതോടുകൂടി ആക്ഷൻ കമ്മിറ്റിക്കും വലിയ പ്രതീക്ഷയായി. പിന്നീട് പോലീസ്, അതായത് കോടതി ഇടപെടലിലൂടെ തന്നെ പോലീസ് ഈ വിഷയത്തിൽ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിക്കുന്നുണ്ട്. ഇയാൾ സ്വാഭാവികമായും എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്ന കാര്യം വെളിപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ഈ മണ്ണ് കുഴിച്ച് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തണം. അത്തരം നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? വളരെ വൈകാതെ തന്നെ ഉണ്ടാവും. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടക്കുന്നത്. ടോമെ, ഞാൻ ഈ മൃതദേഹങ്ങൾ, അതായത് ഒരു തെറ്റും ചെയ്യാതെ നിരപരാധികളായ ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ കിടക്കുന്ന ആ സ്ഥലത്ത് ഞാൻ അവിടെ പോയിരുന്നു. അതായത് ഈ ധർമ്മസ്ഥലയിൽ നിന്നും 4 കിലോമീറ്റർ മാറി ആ റോഡിൽ നിന്നും 1.5 കിലോമീറ്ററോളം നടന്നാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുക. അവിടെ നേരിട്ട് ഞാൻ എത്തിയിരുന്നു. വലിയ ദുരൂഹതയായിരുന്നു. അത് നിറയെ വനങ്ങളും മറ്റും തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ പരിശോധന നടത്തുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയുണ്ട്. അതായത് ഈ സ്ഥലത്ത് വലിയ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത്രയും 100 മൃതദേഹങ്ങൾ എന്ന് പറയുമ്പോൾ വലിയൊരു ചുറ്റളവിൽ ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് ഒരു പക്ഷേ നാളെ തന്നെ ഈ പരിശോധന ആരംഭിച്ചാൽ തന്നെ ഒരു പക്ഷേ ഒരാഴ്ച വരെ നീണ്ടുനിന്നേക്കാം. മാത്രമല്ല, ഇത്തരത്തിൽ ലഭിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കേണ്ടതുണ്ട്. എന്നാലും അത്തരം നടപടിക്രമങ്ങളൊക്കെ അയക്കേണ്ടതുണ്ട്. DNA പരിശോധന. ഇനി പരാതിക്കാർ കൂടുതൽ വരുമ്പോൾ അനന്യ ഭട്ട് എവിടെയാണെന്ന് ഇതുവരെ 2003 കാണാതായ അനന്യ ഭട്ട് എവിടെയാണെന്ന് അറിയില്ല. അവരുടെ അമ്മ പ്രത്യേകിച്ച് പറഞ്ഞത് അന്തിമ കർമ്മം ചെയ്യാൻ വേണ്ടി ആ മൃതദേഹങ്ങൾ ലഭിക്കണം. അങ്ങനെയാണ് അമ്മ ഇപ്പോൾ അവിടെ കാത്തുക്കുന്നത്. അതായത് ഒരു CBI ഓഫീസറായിരുന്നു, കൊൽക്കത്തയിലെ ഒരു CBI ഓഫീസറുടെ മകൾക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ വന്നത്. പിന്നീട്
അമ്മയുടെ പരാതി പോലും സ്വീകരിക്കാതെ ഇവിടെയൊക്കെ ഇങ്ങനെയാണെന്നാണ് അമ്മയോട് പറഞ്ഞത്. പോലീസ് ഒരു തരത്തിലും പരാതി സ്വീകരിച്ചിരുന്നില്ല. ആ പരാതിയിലാണ് 22 വർഷത്തിന് ശേഷം ഇപ്പോൾ അത്തരത്തിലൊരു പരാതിയെങ്കിലും പോലീസ് വാങ്ങാൻ തയ്യാറായത്. അതൊരു വലിയ തോതിലുള്ള ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പ്രചോദനമാണ്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും വലിയ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ പ്രദേശത്തുണ്ട്. അതുകൂടാതെ നേരത്തെ നേത്രാവതി പുഴയിലൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്. എത്ര പേർ ഇവിടെ കൊല്ലപ്പെട്ടു, എത്ര പേരെ ഏത് രീതിയിൽ കൊലപ്പെടുത്തി, അതൊക്കെ അറിയേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ഈ പ്രതികളിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. ഒരു മൃതദേഹങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആരാണ് ഇതിൽ തന്നെ ഏൽപ്പിച്ചത് കാര്യം ഇദ്ദേഹം രഹസ്യമൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിന് തെളിവായ ഒരു മൃതദേഹങ്ങളും ലഭിച്ചാൽ ഇത്തരം ക്രിമിനലുകളെ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് വിഷയം എടുത്തിട്ടുള്ളത്. വലിയ തോതിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്നു. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഏതെങ്കിലും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഈ ആക്ഷൻ കമ്മിറ്റി തന്നെ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൂടുതൽ ആളുകൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിൽ കൂടുതൽ ആളുകൾ ഇവർക്കൊപ്പം ചേരുന്നു. 2000-ഓളം ആളുകളാണ് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു യോഗത്തിൽ ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ യോഗത്തിൽ പങ്കെടുത്തത്. ഈ സൗജന്യയുടെ കൊലപാതകത്തിലും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയിട്ടില്ല. അതും കണ്ടെത്താനുണ്ട്. അത്തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങളിൽ കണ്ടെത്താനുണ്ട്. ഒരു കൊലപാതകമെങ്കിലും കണ്ടെത്തിയാൽ തന്നെ ഈ പ്രതികളെ ഇതെല്ലാം ചെയ്തത് ഒരേ പ്രതികളാണ്, അവരെയൊക്കെ കണ്ടെത്താൻ സാധിക്കും. അതിന് കൃത്യമായ മൊഴി ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുണ്ട്. അതിന് തെളിവായാണ് ഇത്തരത്തിലൊരു മൃതദേഹ അവശിഷ്ടം, അതൊരു തലയോട്ടി ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയതും. എന്തിനാണ് ഇത്തരത്തിലൊരു തലയോട്ടിയുമായി എത്തിയെന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് തന്നെ ശുചീകരണ തൊഴിലാളിയുമായി പോലീസ് സംഘം പരിശോധന നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇത്തരമൊരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇനി അറിയേണ്ടത് കൊല്ലപ്പെട്ടവരാരൊക്കെയാണ്, കൊലയാളിയിലേക്ക് അന്വേഷണം എത്തണം, മണ്ണ് പരിശോധിക്കണം. അത്തരം നീക്കങ്ങൾ എപ്പോൾ ഉണ്ടാകും ഉറ്റുനോക്കുകയാണ്.